തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ കനത്ത പരാജയത്തിന്റെ ഞെട്ടലിൽ നിന്നും നേതാക്കൾ ഇപ്പോഴും മോചിതരായിട്ടില്ല. ജില്ലാ സെക്രട്ടറിമാരെയും മുൻ മന്ത്രിമാരെയും മറ്റുമിറക്കി വൻ വിജയം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പിനിറങ്ങിയ CPM-നേറ്റ കനത്ത പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ് പാർട്ടി. പരാജയ കാരണം ആഴത്തിൽ പഠിക്കുമെന്നും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമെന്നുമാണ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് ഫലം വന്ന അന്നു തൊട്ട് ഒരു മാസക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരൊക്കെയാണ് തിരുത്തേണ്ടവരെന്നും എന്താണ് തിരുത്തേണ്ടതെന്നും നേതാക്കൾ ആരും മിണ്ടിയതുമില്ല. മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് മാറേണ്ടതെന്ന് ജില്ലാ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ ചിലർ ആവശ്യപ്പെട്ടുവെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇതൊന്നും സ്ഥാനം പിടിച്ചതുമില്ല. മുഖ്യൻ രാജാവിനെ പോലെ പെരുമാറുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ മുഖ്യൻ പറയുന്നത് ഞാൻ ദാസനാണ് എന്നാണ്. വിജയൻ എന്നു മുതലാണ് ദാസനായതെന്നാണ് ഇപ്പോഴെല്ലാവരുടെയും സംശയം. വിജയൻ ഒരിക്കലും ദാസനായിട്ടില്ലെന്നും ഒരു ശൈലിയും മാറാൻ പോകുന്നില്ലെന്നും അദ്ദേഹം തന്നെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തതാണല്ലോ. പാർട്ടിക്കുണ്ടായ കനത്ത പരാജയത്തിന് എന്താണ് സഖാക്കളെ പ്രധാന കാരണം? ഈ ചോദ്യത്തിന് ഇനിയെങ്കിലും വ്യക്തമായ മറുപടി പറയണ്ടേ? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണോ പരാജയത്തിന് കാരണം? അതോ അഴിമതിയാണോ? പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ അകൽച്ചയുണ്ടായി എന്നാണ് കേന്ദ്ര കമ്മിറ്റിയും വ്യക്തമാക്കുന്നത്. പാർട്ടി സ്വയം ജീർണിച്ചതാണോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് പാർട്ടി അനുഭാവികളും ചോദിക്കുന്നത്. ജനങ്ങളോടുള്ള ധാർഷ്ട്യവും ജനവിരുദ്ധമായ എല്ലാം മാറ്റുമെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. പാർട്ടി തിരുത്തുമെന്നും ശൈലി മാറ്റുമെന്നൊക്കെ പറയുമ്പോഴും ആരുടെ ശൈലിയാണ് മാറുകയെന്നും നേതാവ് വ്യക്തമാക്കുന്നില്ല. ഒരാളുടെ ശൈലി മാത്രമല്ല പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ വരുന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ദാസനായ വിജയൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ലെന്നാണ് സെക്രട്ടറി പറയുന്നത്. തിരിച്ചടിക്ക് കാരണം എന്തായാലും തിരുത്തുമെന്ന് പറയുന്ന അതേ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി ഒരു ശൈലി മാറ്റത്തിനും വിധേയമാവേണ്ടതില്ലെന്നും പറയുന്നത്. ഇത് കേരളമാണ് എന്നായിരുന്നു ദാസനും വിജയനുമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യക്തമാക്കിയിരുന്നത്. കേരളത്തിൽ BJPക്ക് വളരാനാവില്ലെന്നും ഒരു അക്കൗണ്ടും തുറക്കാൻ BJPക്ക് കഴിയില്ലെന്നുമായിരുന്നു ഇവർ ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്നു. വിജയിച്ച BJP സ്ഥാനാർത്ഥി നിലവിൽ കേന്ദ്രത്തിൽ മന്ത്രിയുമായി. BJPയിലേക്ക് പാർട്ടി വോട്ടുകൾ ഒഴുകിയെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. BJPയുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും പ്രഗത്ഭരാണെന്ന അഭിപ്രായം നടത്തിയ LDF കൺവീനർ EP ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ പേരെടുത്ത് വിമർശിച്ചുവെന്ന വാർത്ത തെറ്റാണെന്ന് MV ഗോവിന്ദൻ പറയുന്നത്. തിരുത്തുമെന്ന് പറയുമ്പോഴും P ജയരാജൻ തെറ്റുകാരനല്ല, EP ജയരാജനും തെറ്റുകാരനല്ല, മുഖ്യമന്ത്രി ഒരിക്കലും തെറ്റുകാരനല്ലേയല്ല. പാർട്ടിക്കാകെ സംഭവിച്ച ദൗർബല്യമാണ് തോൽവിയുടെ കാരണമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ. ഏറ്റവും താഴെത്തട്ട് മുതൽ പാർട്ടി ജീർണിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രിയെ മാത്രം ഏറിൽ നിർത്തുകയെന്നതാണ് രക്ഷാപ്രവർത്തനം എന്നല്ലാതെ എന്തു പറയുമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ന്യായീകരിക്കുന്നത്. ജനങ്ങളുടെ ദാസനാണ് താനെന്ന് പറയുന്ന വിജയനാണ് ശരിയെന്നും ഗോവിന്ദൻ ശരിക്കും ഗോവിന്ദനായി എന്നും പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന കണ്ടെത്തലാണ് കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. BJPയുടെ വളർച്ച അപകടകരമായി മാറിയിരുന്നുവെന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. പരാജയത്തിന് മുഖ്യ കാരണം നേതാക്കളുടെ ധാർഷ്ട്യമെന്ന് ദേശീയ നേതൃത്വം നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ദാസൻ ഇതൊന്നും അംഗീകരിക്കുന്ന ലക്ഷണമേയില്ല. ദേശീയ തലത്തിൽ പാർട്ടിയുടെ നില പരുങ്ങലിലാണ്. പാർലമെന്ററി വ്യാമോഹം, അഴിമതി പാർട്ടിയുടെ സ്വീകാര്യതയ്ക്ക് വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചുവെന്നും CPM കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോഴും SFIക്കാർ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ തള്ളിപ്പറയാൻ പാർട്ടി സെക്രട്ടറിയും തയ്യാറല്ല. അടിയന്തരാവസ്ഥക്കാലത്തുൾപ്പെടെ SFI പ്രവർത്തകർ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെന്നും 33 SFI സഹാക്കളെയാണ് മൃഗീയമായി കൊലപ്പെടുത്തിയതെന്നുമാണ് MV ഗോവിന്ദൻ പറയുന്നത്. SFI ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത SFIക്കാർ എന്ന മട്ടിലുള്ള ന്യായീകരണമാണ് സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോളേജിലുണ്ടാവുന്ന ഒരു വിഷയം മാത്രമെടുത്ത് SFIയെ തകർക്കാമെന്ന് കരുതേണ്ടെന്നും മാഷ് പറഞ്ഞിരിക്കുകയാണ്. സ്വർണം പൊട്ടിക്കൽ ടീമിനെ ഒരിക്കലും പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അവരെയൊക്കെ നേരത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. CPM ക്രിമിനൽ സംഘത്തെ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല ഈ പാർട്ടിയിൽ അവർക്കൊന്നും ഒരു സ്ഥാനവുമില്ലെന്നുള്ള പതിവ് പ്രതികരണവും പുറത്തു വന്നിരിക്കുകയാണ്. പാർട്ടി തിരുത്തും, ഉറപ്പായും തെറ്റുകൾ തിരുത്തും, അത് ആരായാലും തിരുത്തും. പക്ഷേ മുഖ്യമന്ത്രിയാണ് തെറ്റു തിരുത്തേണ്ടത്, ശൈലി മാറ്റേണ്ടത് എന്നൊന്നും ആരും പറയരുത്. ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തവർക്കൊരു സംശയം, അല്ല സഖാവേ, ഇവിടെ ആരാണ് യഥാർത്ഥ ദാസൻ? വിജയനോ അതോ ഗോവിന്ദനോ?
ദാസനും വിജയനും ഒരാളാണെന്നാണ് പറയുന്നത്. ആണോ സഖാക്കളെ?